Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom ഫസ്റ്റ് സെമസ്റ്റർ എക്സാംസ് ആണ് നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷനാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി പാർട്ട് ഡിയിലും പാർട്ട് സിയിലും ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടതാണ്. ഇന്നത്തെ വീഡിയോയില് പാർട്ട് എയിലും ബിയിലും ഷുവർ ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ചോദ്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ടുള്ളത് ചോദിക്കാനുള്ള അവസരമുണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ പാർട്ട് എയില് 1 മാർക്സിന്റെ 10 ചോദ്യങ്ങൾ വരുന്നു. അതിൽ 8 ആൻസർ കൊടുക്കണം. അതുപോലെ തന്നെ പാർട്ട് ബിയിലോട്ട് പോകുമ്പോൾ 8 ചോദ്യങ്ങൾ 2 മാർക്സിന്റെ നൽകുന്നു. അതിൽ 6 ആൻസർ കൊടുക്കണം. അപ്പോൾ 18 ചോദ്യങ്ങൾ നമുക്ക് 2 പാർട്ടിലും കൂടിയിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇതിന്റെ പ്രത്യേകത 1 മാർക്കും 2 മാർക്കിന്റെ ചോദ്യങ്ങളൊക്കെ മെജോറിറ്റി സെയിം ടൈപ്പ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടിയിട്ട് ഒരുമിച്ച് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആദ്യത്തെ ചോദ്യം, അക്കൗണ്ടിങ് എന്താണ്? അക്കൗണ്ടിങ്ങിന്റെ ഡെഫിനിഷൻ പലപ്പോഴും റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ നിർബന്ധമായും പഠിക്കണം. അതുപോലെ തന്നെ ഗ്യാപ്പ്, ജനറലി ആക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിപ്പീറ്റ് ആയിട്ട് കാണാറുള്ളതാണ്. ദെൻ എല്ലാ പ്രാവശ്യവും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം 2 മാർക്സിനോ 1 മാർക്സിനോ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ് അല്ലെങ്കിൽ അക്കൗണ്ടിങ് കൺവെൻഷൻസ് അതിൻ്റെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരെണ്ണം, ഇപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് കൺസെപ്റ്റോ ഡ്യൂവൽ ആസ്പെക്റ്റോ എൻറ്റിറ്റി കൺസെപ്റ്റോ, അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം എല്ലാ പ്രാവശ്യം വരുന്നതാണ്. ഇപ്പോൾ ഗ്യാപ്പ് എന്താണെന്നും അതുപോലെ തന്നെ അക്കൗണ്ടിങ് കൺസെപ്റ്റ്സ്, പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ നിർബന്ധമായും നോക്കിയിരിക്കണം. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിൻ്റെ ആയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ തന്നെ അഡ്വാൻറ്റേജസ്, ഇതൊക്കെ നോക്കുക. അക്കൗണ്ടിങ്ങിൻ്റെ അഡ്വാൻറ്റേജസും ലിമിറ്റേഷൻസ് ഉണ്ട്. അത് ഞാൻ കൂടുതൽ 5 മാർക്കിൻ്റെയിലാണ് പ്രതീക്ഷിക്കുന്നത്. ഞാൻ ആ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അത്. ഇനി നെക്സ്റ്റ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണ് നോക്കണം. ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്താണ് നോക്കിയിരിക്കണം. പിന്നെ ടേമുകളുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഇപ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണെന്ന്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്. ഡെഫേർഡ് റവന്യൂ എസ്പെഷ്യലി അതാണ്, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്താണ്. സോ അങ്ങനെ ടേമുകളിൽ ഏതെങ്കിലും. പിന്നെ കണ്ടിൻജന്റ് ലൈബിലിറ്റി, കണ്ടിൻജന്റ് ലൈബിലിറ്റി എന്താണ്. സോ ഇങ്ങനെ ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് കോൺട്രാ എൻട്രി എന്താണ്, കോൺട്രാ എൻട്രി എന്താണ് നോക്കിയിരിക്കണം. ടേമുകൾ ഞാൻ പറഞ്ഞത് ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. ഒരുപാട് ടേമുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 1-2 ഞാൻ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഡിപ്രീസിയേഷൻ എന്താണ്, അതുപോലെ തന്നെ അതിലുള്ള പല ടേമുകളുണ്ട്, അതിലേതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ ഡിപ്ലീഷൻ എന്താണ്, അതുപോലെ തന്നെ ഒബ്സോളസൻസ് എന്താണ്, അമോർട്ടൈസേഷൻ എന്താണ്, അമോർട്ടൈസേഷൻ എന്താണ്, അതുപോലെ തന്നെ ഫ്ലക്ച്വേഷൻ എന്താണ്. ഇങ്ങനെയുള്ള ടേമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. പിന്നെ കോസസും അതിൻ്റെ ഫാക്ടേഴ്സും ഒക്കെ കൂടുതൽ 5 മാർക്കിൻ്റെയിലേക്കാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ആ രീതിയിൽ പഠിക്കാം. അതല്ലാണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ടേമുകളാണ് ഇവിടെ പറഞ്ഞത്. പിന്നെ ആ ഒരു ടോപ്പിക്കിൽ തന്നെ നമുക്ക് പല മെത്തേഡുകളുണ്ടല്ലോ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, അതുപോലെ തന്നെ WDV. അപ്പോൾ അത് 2 മാർക്സിന് പ്രതീക്ഷിക്കാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ് ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ WDV എഴുതണല്ലോ, റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ ഡിമിനിഷിങ്
ബാലൻസ് മെത്തേഡ്. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിപ്രീസിയേഷനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ടേമുകൾ ഇതൊക്കെയാണ്. അതിൻ്റെ ബേസിക് തിയറി, ഡീറ്റെയിൽ ആയിട്ടുള്ള തിയറി എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ചോദ്യം WDVയും ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റും ഉണ്ട്. പിന്നെ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിപ്രീസിയേഷൻ, കോസസ്, അത് കൂടുതൽ 5 മാർക്കിലേക്കാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ പറയാൻ. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണെന്ന് ചോദിക്കും. ദെൻ അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് എക്സ്പെക്ട് ചെയ്യാം ആക്സെപ്റ്റൻസ് ഓഫ് ബിൽ, ആക്സെപ്റ്റൻസ് ഓഫ് എ ബിൽ, പിന്നെ ഡിസോണർ ഓഫ് ബിൽ, ഡിസോണർ ഓഫ് ബിൽ, പിന്നെ നെക്സ്റ്റ് ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്താണ്, ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ എന്താണ്. ദെൻ നെക്സ്റ്റ് എൻഡോഴ്സ്മെൻറ്റ് എന്താണ്, എൻഡോഴ്സ്മെൻറ്റ് എന്താണ്. ദെൻ റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമൊക്കെ പ്രതീക്ഷിക്കുക കേട്ടോ. റിട്ടയർമെൻറ്റ് ഓഫ് ബിൽ എന്താണ്. പിന്നെ ആക്സെപ്റ്റൻസ് ഞാൻ പറഞ്ഞു. പിന്നെ ഉള്ളത് നോട്ടിങ് എന്താണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചതാണ്. നോട്ടിങ് ചാർജസ്, നോട്ടിങ് എന്താണ്. അതുപോലെ തന്നെ പ്രീ ടെസ്റ്റിംഗ് എന്താണെന്നുള്ളത്. നെക്സ്റ്റ് പ്രോടെസ്റ്റിംഗ് എന്താണ്. അപ്പോൾ ഇതിലുള്ള ഈ പറഞ്ഞ ടൈമുകളിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഒരെണ്ണം കൂടിയും പറയാനുണ്ട്, ബിൽസ് ഡിസ്കൗണ്ടിങ് എന്താണ്, ബിൽസ് ഡിസ്കൗണ്ടിങ് എന്താണ്. ഓക്കെ, അപ്പോൾ 1 മാർക്ക് 2 മാർക്സിൽ ഇതിൽ നിന്ന് 2 എണ്ണം പ്രതീക്ഷിക്കാം. ഇനി പല ടീമുകൾ അഡ്ജസ്റ്റ്മെൻറ്റ്സിലുള്ളതുണ്ട്, 10-15 എണ്ണം. അതിൽ ഏതെങ്കിലും 1-2. അതിലിപ്പോൾ ബാഡറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ബാഡറ്റ് എന്താണ്, പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സിനെ പറ്റിയിട്ട് ചോദിക്കാം. പിന്നെ റിപ്പീറ്റായിട്ട് കാണുന്ന 1-2 എന്ന് പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അക്രൂഡ് ഇൻകത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ്. എന്തൊക്കെയാ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ അക്രൂഡ് ഇൻകം. അങ്ങനെ ടീമുകളിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാറുണ്ട്. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ നൽകാനുള്ളത്. നെക്സ്റ്റ് പാർട്ണർഷിപ്പിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ്. പാർട്ട്ണർഷിപ്പ് എന്താണ്, അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് ഡീഡ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഉണ്ട്. പിന്നെ കണ്ടൻസ് ഒക്കെ ഞാൻ 5 മാർക്കിൻ്റെയിലോ അല്ലെങ്കിൽ SCക്കാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, അതിലേതെങ്കിലും ഒരെണ്ണം. ഇപ്പോൾ സ്ലീപ്പിംഗ് പാർട്ട്ണർ, ആക്റ്റീവ് പാർട്ട്ണർ, പാർട്ട്ണർഷിപ്പ് ബൈ സ്റ്റോപ്പൽ, അങ്ങനെ ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഞാൻ ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതുന്നില്ല. അതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ, സ്ലീപ്പിങ്ങോ ആക്റ്റീവോ അങ്ങനെ. ഇനി നെക്സ്റ്റ് പ്രതീക്ഷിക്കുന്നത് മെത്തേഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. അതിലിപ്പോൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിലേതെങ്കിലും ഒരെണ്ണം. പിന്നെ പി ആൻഡ് അപ്രോപ്രിയേഷൻ എന്താണെന്ന് തിയറി ചോദിക്കാം. പി ആൻഡ് അപ്രോപ്രിയേഷൻ എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ടേമുകൾ കേട്ടോ. പിന്നെ സാക്രിഫൈസിങ് റേഷ്യോ എന്താണ്, ഗെയിനിങ് റേഷ്യോ എന്താണ്, അതൊക്കെ ചിലപ്പോൾ അതിൻ്റെ പ്രോബ്ലം കൂടുതൽ 5 മാർക്കിൻ്റെയൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രോബ്ലം നോക്കണം കേട്ടോ. പിന്നെ ഗുഡ്വില്ലാണ് നെക്സ്റ്റ് റിപ്പീറ്റായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഗുഡ്വില്ലിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഗുഡ്വിൽ എന്താണ്, അതിലെ മെത്തേഡ്സിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ തിയറിയോ പ്രോബ്ലമോ. തിയറിയും പ്രതീക്ഷിക്കാം, അതിൻ്റെ പ്രോബ്ലം. ഇപ്പോൾ വെയ്റ്റഡ് ആവറേജ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്,
അപ്പോൾ ആ കാര്യങ്ങൾ നിർബന്ധമായി നോക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് റിട്ടയർമെൻറ്റ് ഓഫ് പാർട്ട്ണർ, അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്, അതുപോലെ തന്നെ അഡ്മിഷൻ, ഡെത്ത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് ഇല്ലേ, അത് നോക്കണം. ഓഫ് എ പാർട്ട്ണർ ഇങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, സോ ഇതൊക്കെയാണ് നമ്മൾ 1 മാർക്സിലും 2 മാർക്സിലും ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ കേട്ടോ. അപ്പോൾ ഈ ചോദ്യങ്ങളിലൂടെ നിങ്ങൾ നിർബന്ധമായും കടന്നു പോകണം, പഠിക്കണം. അപ്പോൾ അക്കൗണ്ടിങ് എന്താണ്, അതിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ 5 മാർക്സിൻ്റെ നോക്കണം എന്ന് പറഞ്ഞാണ്. പിന്നെ യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ, ഗ്യാപ്പ് എന്താണ്, അക്കൗണ്ടിങ് കൺസെപ്റ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്താണ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അഡ്വാൻറ്റേജസ്, പിന്നെ ഡബിൾ എൻട്രി, ബുക്ക് കീപ്പിംഗ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ, കണ്ടിൻജന്റ് ലയബിലിറ്റി, കോൺട്രാൻട്രി എന്താണ്, ഡിപ്രീസിയേഷൻ്റെ ടേമുകൾ പലതും പറഞ്ഞു, അതിലേതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കാം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്, WDV, പിന്നെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്താണ്, ആക്സെപ്റ്റൻസ് ഓഫ് ബില്ല്, ഡിസോണർ, പിന്നെ എൻഡോഴ്സ്മെൻറ്റ്, റിട്ടയർമെൻറ്റ് ഓഫ് ബില്ല്, നോട്ടിങ്, ദെൻ പ്രൊട്ടസ്റ്റിംഗ്, ബിൽസ് ഡിസ്കൗണ്ടിങ്, പിന്നെ ബാലറ്റിൻ്റെ ട്രീറ്റ്മെൻറ്റോ പ്രൊവിഷൻ്റെയോ, പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്, പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ്, അങ്ങനെ അഡ്ജസ്റ്റ്മെൻറ്റ്സിൽ ഏതെങ്കിലും ഒരെണ്ണം. പിന്നെ പാർട്ണർഷിപ്പ് എന്താണ്, പാർട്ണർഷിപ്പ് ഡീഡ്, ടൈപ്സ് ഓഫ് പാർട്ട്നേഴ്സ്, പിന്നെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്, P&L അപ്രോപ്രിയേഷൻ, പിന്നെ റേഷ്യൂസിൽ ഏതെങ്കിലും ഒരെണ്ണം, ഗുഡ് വില്ലിനെ പറ്റിയുള്ള ട്രീറ്റ്മെൻറ്റ്, അതിൻ്റെ തിയറി, പിന്നെ റിട്ടയർമെൻറ്റ്, അഡ്മിഷൻ, ഡെത്ത്, ഇതൊക്കെ എന്താണെന്ന് നോക്കി വയ്ക്കുക. സോ ദാറ്റ്സ് അബൌട്ട്. അപ്പോൾ നമ്മൾ 4 പാർട്ടിലുള്ള ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഏറ്റവും കൂടുതൽ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്, ഷുവറായിട്ട് പ്രതീക്ഷിക്കുന്ന എസ്സേ പ്രോബ്ലം ഉണ്ട് ഫൈനൽ അക്കൗണ്ടിൻ്റെ, അത് ഒന്ന് വർക്കൗട്ട് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക, അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.